നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണം താൻ നയിക്കുമെന്ന് മുഖ്യമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തെ താൻ നയിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മത്സരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ല. പത്തനംതിട്ട CPM സെക്രട്ടറി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെങ്കിലും LDF ശക്തമായി തിരിച്ചുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ഭവന സന്ദർശനം പ്രതിസന്ധികൾ മാറ്റും. തുടർഭരണം ഉറപ്പാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ പ്രചരണത്തെ നയിക്കുമെന്ന് നേരത്തെ CPM ജനറൽ സെക്രട്ടറി MA ബേബിയും വ്യക്തമാക്കിയിരുന്നു. ടീമിൻ്റെ നായകനും മുഖ്യമന്ത്രിയായിരിക്കും. ഭരണ തുടർച്ച ഉണ്ടായാൽ ഭരണകർത്താക്കളെ സംബന്ധിച്ച് അപ്പോൾ തീരുമാനിക്കുമെന്നും ബേബി വ്യക്തമാക്കിയിരുന്നു. ISL മത്സരക്രമത്തിൽ ധാരണയായി. മത്സരക്രമം അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന് സീസണിൽ 9 ഹോം മത്സരങ്ങളുണ്ടാവും. ഉദ്ഘാടന മത്സരത്തിൽ മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും. ഫെബ്രുവരി 14 വൈകുന്നേരം 5 കൊൽക്കത്തയിലാണ് കിക്ക് ഓഫ്. ISLൻ്റെ മെയ് 11 വരെയുള്ള മത്സരക്രമമാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. മത്സരക്രമം അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഹോം മത്സരം ഫെബ്രുവരി 22 കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ നടക്കും. മുംബൈ സിറ്റി FC ആണ് എതിരാളികൾ. ഫെബ്രുവരി 28, മാർച്ച് 7, 21, ഏപ്രിൽ 15, 18, 21, 23, മെയ് 10, 17 ദിവസങ്ങളും കോഴിക്കോട് ബ്ലാസ്റ്റേഴ്സിന് ഹോം മത്സരങ്ങൾ ഉണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ഹോം മത്സരങ്ങളും കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലാവും നടക്കുക. 16-കാരന് ക്രൂരമർദ്ദനം, 4 പ്രതികൾ അറസ്റ്റിൽ. 16-കാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റായവരുടെ എണ്ണം 4ആയി. കൽപ്പറ്റ സ്വദേശി മുഹമ്മദ് നാഫിയെയും പ്രായപൂർത്തിയാകാത്ത 3 ആൺകുട്ടികളെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് 16-കാരനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇരട്ടപ്പേര് വിളിച്ചെന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. ക്രൂരമായി മർദ്ദിക്കുന്നതും നിർബന്ധിച്ച് കാലുപിടിച്ച് മാപ്പ് പറയിക്കുന്നതും വളഞ്ഞിട്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പ് നടന്ന സംഭവത്തിലെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പ്രചരിച്ചത്. ഇതോടെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. വിമാനയാത്രയ്ക്കിടെ സഹയാത്രികയോട് മോശമായി പെരുമാറി യാത്രക്കാരൻ അറസ്റ്റിൽ. വിമാനയാത്രയ്ക്കിടെ സഹയാത്രികയോട് മോശമായി പെരുമാറിയ യാത്രക്കാരൻ അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശി മോഹനാണ് അറസ്റ്റിലായത്. ദോഹയിൽ നിന്നുള്ള ഖത്തർ എയർവേസ് വിമാനത്തിലായിരുന്നു സംഭവം. അമേരിക്കൻ പൗരത്വമുള്ള മലയാളി യുവതിയോടാണ് ഇയാൾ മോശമായി പെരുമാറിയത്. ദോഹയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു സംഭവം നടന്നത്. നെടുമ്പാശ്ശേരി പോലീസാണ് മോഹനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. വൈദ്യപരിശോധനയ്ക്ക് പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കൊച്ചിയിൽ സ്ത്രീകൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ പെൺകുട്ടിക്ക് വെട്ടേറ്റു. കാക്കനാട് ഇതര സംസ്ഥാന തൊഴിലാളികളായ സ്ത്രീകൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ പെൺകുട്ടിക്ക് വെട്ടേറ്റു. കാക്കനാട് താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരിയായ സൈബ അക്താര എന്ന പെൺകുട്ടിക്കാണ് തലയ്ക്ക് വെട്ടേറ്റത്. ഗുരുതരമായ പരിക്കേറ്റ പെൺകുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സംഭവത്തിൽ മറ്റൊരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം ഉണ്ടായ. തർക്കത്തിൻ്റെ ഒരു സ്ത്രീ മറ്റു സ്ത്രീയെ വാക്കത്തി കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടെയാണ് പെൺകുട്ടിക്ക് വെട്ടേറ്റത്. ആക്രമണം തടയാൻ ശ്രമിച്ച മറ്റൊരാൾക്കും പരിക്കേറ്റു. അതേസമയം എന്താണ് തർക്കത്തിന് കാരണമെന്നോ പെൺകുട്ടി എങ്ങനെയാണ് ഇവർക്കിടയിൽ പെട്ടതെന്നോ വ്യക്തമല്ല. മണാലിയിൽ കുടുങ്ങിയ വിദ്യാർത്ഥി സംഘം റൂം ഭക്ഷണവും നൽകിയില്ലെന്ന് പരാതി. പാലക്കാട് മണ്ണാർക്കാട് കല്ലടി EMS കോളേജിലെ കുട്ടികളെയും അധ്യാപകരെയും മണാലിയിൽ വഴിയാധാരമാക്കി ടൂർ ഓപ്പറേറ്റർ. ടൂർ പാക്കേജിൻ്റെ ഭാഗമായാണ് ഇവർ മണാലിയിൽ എത്തിയത്. പിന്നാലെ ടൂർ ഓപ്പറേറ്റർ സംഘത്തെ കൈയൊഴിഞ്ഞു. മണാലിയിൽ മഞ്ഞുവീഴ്ചയെ തുടർന്ന് റോഡ് ബ്ലോക്കായതിന് പിന്നാലെയാണ് സംഭവം. റൂം അറേഞ്ച് ചെയ്യാനോ ഭക്ഷണം നൽകാനോ ടൂർ ഓപ്പറേറ്റർ തയ്യാറായില്ല. പെൺകുട്ടികൾ ഉൾപ്പെടെ 41 കുട്ടികളും 3 അധ്യാപകർക്കെതിരെയാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. 70% തുകയും വാങ്ങിയ ശേഷമാണ് ടൂർ ഓപ്പറേറ്ററുടെ ക്രൂരത. നിരവധി പേർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായിട്ടും ടൂർ ഓപ്പറേറ്റർമാർ തിരിഞ്ഞു നോക്കിയില്ലെന്നും വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. കടുത്ത മഞ്ഞുവീഴ്ചയിലും 3 ദിവസമാണ് വിദ്യാർത്ഥികൾ മണാലിയിൽ കുടുങ്ങിയത്. പിന്നീട് സ്വന്തം ചിലർ ഇവർ ഡൽഹിയിലേക്ക് എത്തി. വാഹനത്തിനായി 6 കിലോമീറ്ററോളം വിദ്യാർത്ഥികൾ മഞ്ഞിൽ നടക്കേണ്ടി വന്നതായും പറയുന്നു. ചൊവ്വാഴ്ച ബാങ്കുകൾ അടഞ്ഞുകിടക്കും. ബാങ്ക് ജീവനക്കാരുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പണിമുടക്ക്. ബാങ്കുകളുടെ പ്രവർത്തനം ആഴ്ചയിൽ 5 ദിവസം ആക്കണമെന്ന ശുപാർശ 2 വർഷമായിട്ടും കേന്ദ്രം നടപ്പാക്കുന്നതിനെതിരെയാണ് സമരം. ചീഫ് ലേബർ കമ്മീഷൻ മധ്യസ്ഥതയിൽ നടന്ന 2ാം അനുരഞ്ജന ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്ക് മുന്നോട്ട് പോകാൻ സംഘടന തീരുമാനിച്ചത്. T20 ലോകകപ്പ് പാകിസ്ഥാൻ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം വെള്ളിയാഴ്ച. അടുത്ത മാസം ആരംഭിക്കുന്ന T20 ലോകകപ്പിൽ പാകിസ്ഥാൻ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം വെള്ളിയാഴ്ച ഉണ്ടാകും. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ മൊഹ്സിൻ നഖ്വി പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫുമായി നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം വ്യക്തമായത്. ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് ലോകകപ്പ് നടക്കുന്നത്. ഏകദേശം അരമണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ച നിലവിലുള്ള സാഹചര്യങ്ങൾ പാക് ആഭ്യന്തരമന്ത്രി കൂടിയായ മൊഹ്സിൻ നഖ്വി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. വരുന്ന വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയോ പാകിസ്ഥാൻ ലോകകപ്പിൽ കളിക്കുന്ന കാര്യത്തിൽ സർക്കാർ അന്തിമ ഉത്തരവിറക്കും. ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതും ഇന്ത്യയുമായുള്ള മത്സരം കളിക്കുന്നതുമായ പൂർണ്ണമായും സർക്കാരിൻ്റെ അനുമതിക്ക് വിധേയമായിരിക്കുമെന്ന് നഖ്വി വ്യക്തമാക്കി. ഫെബ്രുവരി 15 കൊളംബോയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കേണ്ടത്. വനിതാ പ്രീമിയർ ലീഗ് മുംബൈ ഇന്ത്യൻസിന് ആവേശ ജയം. വനിതാ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസിന് ആവേശ ജയം. ഇന്ന് നടന്ന
ത്രില്ലറിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 15 റൺസിനാണ് മുംബൈ ഇന്ത്യൻസ് തോൽപ്പിച്ചത്. മുംബൈ ഉയർത്തിയ 200 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന RCBക്ക് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടം 184 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. വെടിക്കെട്ട് ബാറ്റിങ്ങിനുമായി റിച്ച കോഷ് തിളങ്ങിയെങ്കിലും ടീമിനെ വിജയിപ്പിക്കാനായില്ല. 50 പന്തിൽ 90 റൺസാണ് റിച്ച കോഷ് എടുത്തത്. 10 ബൗണ്ടറിയും 6 സിക്സും അടങ്ങുന്നതായിരുന്നു റിച്ചയുടെ ഇന്നിങ്സ്. നദീൻ ഡി ക്ലർക്ക് 28 റൺസും ഗ്രേസ് ഹാരിസ് 15 റൺസും എടുത്തു. മുംബൈക്ക് വേണ്ടി ഹേലി മാത്യൂസ് 3 വിക്കറ്റ് എടുത്ത്. ഷബ്നി ഇസ്മായിലും അമേലിയ കെറും 2 വിക്കറ്റ് വീതവും അമൻ ജോത് കവർ 1 വിക്കറ്റും വീഴ്ത്തി. ആദ്യ ബാറ്റ് ചെയ്ത മുംബൈ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു. 190 റൺസിലാണ് എടുത്തത്. വെടിക്കെട്ട് സെഞ്ചുറി നേടിയ നാറ്റ്സ് വെണ്ടർ ബ്രൻ്റെയും അർദ്ധ സെഞ്ചുറി നേടിയ ഹേലി മാത്യൂസിൻ്റെ മികവിലാണ് മുംബൈ കൂറ്റൻ സ്കോർ പടുത്തുയർത്തിയത്. 57 പന്തിൽ നിന്ന് 100 റൺസാണ് സിവർ ബ്രണ്ട് എടുത്തത്. 16 ബൗണ്ടറിയും 1 സിക്സും അടങ്ങുന്നതായിരുന്നു സിവർ ബ്രണ്ട്സിൻ്റെ ഇന്നിങ്സ്. ഹെയ്ലി 53 റൺസാണ് എടുത്തത്. 30 പന്തിൽ 9 ബൗണ്ടറികൾ താരം അടിച്ചെടുത്തു. ക്യാപ്റ്റൻ ഹർമീത് കൗർ 20 റൺ സ്കോർ ചെയ്തു. ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പാർട്ടി കണക്കുകൾ മാധ്യമങ്ങളെ അറിയിക്കേണ്ടില്ലെന്ന് KK രാഗേഷ്. പയ്യന്നൂർ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ പാർട്ടി കണക്കുകൾ മാധ്യമങ്ങളെ അറിയിക്കേണ്ടില്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് നയ പൈസയും പാർട്ടിക്ക് നഷ്ടമായിട്ടില്ലെന്നും വ്യക്തമാക്കിയ ജില്ലാ സെക്രട്ടറി ഫണ്ട് തുക താൽക്കാലികമായി ആവശ്യങ്ങൾക്ക് മാറ്റിയത് തെറ്റാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി എടുത്തിട്ടുണ്ടെന്നും വിശദീകരിച്ചു. ഫണ്ട് താൽക്കാലികമായി ആവശ്യത്തിന് മാറ്റിയാൽ വേണ്ട തിരുത്തുകൾ പാർട്ടിക്കുള്ളിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ പാർട്ടിക്ക് സാമ്പത്തിക നഷ്ടം സംഭവിച്ചില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിക്ക് അകത്ത് പറയേണ്ട കാര്യങ്ങൾ അവിടെ തന്നെ പറയുമെന്നും മാധ്യമങ്ങൾ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത പാർട്ടിക്കില്ലെന്നും പറഞ്ഞ രാഗേഷ് താൻ മാത്രമാണ് ശരിയെന്ന V കുഞ്ഞികൃഷ്ണൻ്റെ നിലപാട് അംഗീകരിക്കലാവില്ലെന്നും കൂട്ടിച്ചേർത്തു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുവാദം വെളിപ്പെടുത്തിയതിന് കുഞ്ഞികൃഷ്ണൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്തായ കാര്യം വിശദീകരിച്ച വാർത്താ സമ്മേളനത്തിലാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഫണ്ട് കണക്ക് പുറത്തുവിടുന്ന ദിനം പറഞ്ഞത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.